ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈനസ്റ്റർ. വൊക്കാബ്സ് മീഡിയ അടുത്തിടെ പുറത്തിറക്കിയ SCERT ബുക്ക് കോമ്പോൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. എനിക്ക് ജെന്യുവനായിട്ട് തോന്നിയിട്ടുള്ള എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 5ാം സ്റ്റാൻഡേർഡ് മുതൽ 10ാം സ്റ്റാൻഡേർഡ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്സ് കേരള PSCയുടെ സിലബസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ബുക്ക് വന്നിട്ടുള്ളത്. ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഇതിൽ തന്നെ ഈ കോമ്പോയിൽ ഒന്നാമത്തെ പുസ്തകം സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ പുസ്തകത്തിൽ സയൻസ് ഭാഗങ്ങളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് ഉള്ളത്. ആദ്യം ഞാൻ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിനെ പറ്റി പറയാം. നമ്മുടെ ജനറൽ PSC സിലബസ് അനുസരിച്ചിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ഈ ബുക്ക് ഫോളോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന സിലബസ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ സബ് ടോപ്പിക്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, INC തുടങ്ങിയവയാണ് ആദ്യം വരുന്നത് ഈ ടെക്സ്റ്റിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് പല ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുമായിരിക്കും. അപ്പോൾ അതിനെയെല്ലാം ഈ ബുക്കിൽ കറക്റ്റ് അറേഞ്ച് ചെയ്ത് ആ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അടുത്തതായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ SCERT ബുക്ക് കുട്ടികൾക്കാണല്ലോ, അപ്പോൾ അവർക്ക് ഒരുപാട് പഠന പ്രവർത്തനങ്ങളുണ്ടാവും. നമ്മുടെ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ടെക്സ്റ്റിനകത്ത് അവയെല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇവരിതെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള PSC ആസ്പിരൻറ്റ് കൂടുതൽ കാര്യം ടൈം ബൗണ്ടായിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനും പറ്റും. പിന്നെ ഏറ്റവും ജെന്യുവനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, സാധാരണ റാങ്ക് ഫയൽ എടുക്കുമ്പോൾ ഒരുപാട് അക്ഷരത്തെറ്റും ഫോൺ മിസ്സിങ്ങും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് ബുക്ക് കിട്ടിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. അറ്റ് എ ഗ്ലാൻസ് നോക്കിയിട്ട് എനിക്ക് വലിയ അക്ഷരത്തെറ്റുകളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് കാണുമായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇതുവരെയും. പിന്നെ ഈ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റിൽ അതിനുശേഷം പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേജിൻ്റെ അലൈൻമെൻറ്റ്, പിന്നെ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, ചാർട്ട്സ്, ഫിഗേഴ്സ് ഇതെല്ലാം SCERT ടെക്സ്റ്റിൽ എങ്ങനെയാണോ ഉള്ളത് സെയിം അതേപോലെ തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വെറുതെ വായിച്ചു പോകുന്നതല്ല, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട്സ് ആണെങ്കിലും ഫിഗേഴ്സ് ആണെങ്കിലും ആ പേജിൽ സൈഡിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇൻഡെക്സിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് സിലബസ് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതൊക്കെ ഏത് ചാപ്റ്ററിൽ വരുന്നു എന്ന് നമുക്ക് വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ എക്സാമിനും സെലക്റ്റീവായിട്ടായിരിക്കുമല്ലോ പഠിക്കേണ്ടത്. ഇപ്പോൾ 10th ലെവൽ, ഡിഗ്രി ലെവൽ അങ്ങനെ ആയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് വളരെ പെട്ടെന്ന് പഠിക്കാനും അത് റിവൈസ് ചെയ്യാനും ഈ ഒരു ബുക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കോമ്പോയിൽ സെക്കൻഡ് ബുക്കായിട്ടുള്ള ബേസിക് സയൻസിനെ പറ്റി പറയാം. ഇതിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പോർഷൻസാണ് കവർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇതിനകത്താണല്ലോ കൂടുതലായിട്ട് പഠന പ്രവർത്തനങ്ങളും കണ്ടെത്തി എഴുതാനും ഒക്കെ ഉള്ളത്. അതെല്ലാം ഫില്ല് ചെയ്തേക്കുന്നത് എനിക്ക് പേഴ്സണലി വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സോഷ്യൽ സയൻസ് ടെക്സ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റിൽ ചെറിയ രീതിയിൽ ഫോൺ മിസ്സിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആക്യുറസിയിൽ തന്നെയാണ് ഈ 2 ബുക്കും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓൾറെഡി പല സബ്ജക്ട്സിനും ഞാൻ വൊക്കാബ്സ് പീഡിയയുടെ നോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ടോപ്പ് നോച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ നോട്ട്സ് എല്ലാം വളരെ ഇഷ്ടമാണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ PYQ കളക്ഷൻ്റെ 3 വോളിയൂംസും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 ബുക്കിനും കൂടി 750 രൂപയാണ് വില. തീർച്ചയായും ഈ ഒരു വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ടോപ്പ് കമ്പൈലേഷൻ തന്നെയാകും ഈ കോംബോ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനകത്ത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, IT റിലേറ്റഡ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. അതും കൂടി ചേർത്തിട്ട് അവർ പുതിയ ഏതെങ്കിലും ഒരു ബുക്ക് ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് റിവൈസ് ചെയ്യാനും നമ്മുടെ സമയനഷ്ടം ഇല്ലാതെ ടോപ്പിക്സ് കവർ ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബുക്സിനും കൂടെ ഏകദേശം 1300ഓളം പേജസാണ്. സോ കുറച്ച് ബൾക്കിയാണ്. ഓഫ് കോഴ്സ് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റിലെ ഒരു പോയിൻറ്റ്സും മിസ്സാവാതെ എല്ലാ ഡയഗ്രാംസും ചാർട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഇത്രയും ബൾക്കിനെസ് ഉണ്ടാവും. സ്റ്റിൽ എനിക്കൊരു കുറച്ച് ബൾക്കിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതർവൈസ് എല്ലാ തരത്തിലും എനിക്ക് ഈ 2 ബുക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുക്ക് റിവ്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക. താങ്ക്